അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ വീടിനകത്ത് കരഞ്ഞ് 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 തളർന്നു കിടക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിനകത്ത് തളർന്നു കിടക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ എന്തോ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വേദനയുണ്ടാക്കുന്ന രീതിയിൽ കരഞ്ഞ് കരഞ്ഞ് അവശയായി കിടക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിരുന്നിട്ട് അവിടുന്ന് ചോദിച്ചു, ആയിഷ നീ എന്തിനാ കരയുന്നേ? എന്താണ് നിന്നെ കരയിപ്പിച്ചത്? നിന്റെ മനസ്സിനെ ഇത്രയ്ക്കും വല്ലാത്ത വേദനകൾ നിനക്ക് എന്താണ് സമ്മാനിച്ചത്? എന്താണ് നിനക്ക് പറ്റിയത് എന്ന് പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയേ, എന്റെ മനസ്സിനെ വേദനിപ്പിച്ചത് അങ്ങയുടെ പ്രഭാഷണത്തിൽ പറഞ്ഞ ആ പരലോകമാണ്. അങ്ങ് പരലോകത്തെ കുറിച്ച്, ആ പരലോകത്തിന്റെ അവസ്ഥകളെ കുറിച്ച്, ആ വിചാരണയുടെ രംഗങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടപ്പോൾ അത് കേട്ടിട്ടാണ് ഞാൻ കരഞ്ഞുപോയത്. എനിക്ക് കരച്ചിൽ നിർത്താൻ കഴിയുന്നില്ല, എന്റെ കണ്ണിലൂടെ ഇങ്ങനെ കണ്ണുനീരൊഴുകുകയാണെന്ന് പ്രിയപ്പെട്ട ഭാര്യ അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഷാലെടുത്തിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ്. ആയിഷ ബീവിയുടെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീരിങ്ങനെ തുടച്ചു കൊടുത്തിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തൊന്ന് സന്തോഷമുണ്ടാക്കുന്നതിന് വേണ്ടി, ഒരു പുഞ്ചിരി ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവാചകന് ചില തമാശകളെ പറഞ്ഞുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാ, എന്നോട് വല്ലാത്ത സ്നേഹമാണോ നബിയേ? എന്നോട് വല്ലാത്ത ഇഷ്ടമാണോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, ആയിഷ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ് ആയിഷ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് ആയിഷ, എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാണ് ആയിഷ. കാരണം എന്റെ ഭാര്യമാരിലെ വയസ്സ് കുറഞ്ഞവളല്ലേ ആയിഷ, എന്റെ കണ്ണങ്ങൾ നിറയുന്നത് എനിക്ക് ഇഷ്ടമല്ല ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കരച്ചിൽ മാറ്റുന്നതിന് വേണ്ടി പ്രവാചകൻ തന്റെ ഭാര്യയ്ക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഫഹൽ യദ്കുറൂന അഗ്നീകും യൗമൽ ഖിയാമ. അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന പ്രവാചകനോട് അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടം ഒരു ചോദ്യം ചോദിക്കേണ്ട താമസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് ചുമക്കുകയാണ്, പ്രവാചകന്റെ കൈകാലുകളെ വിറക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചാടി എഴുന്നേറ്റിരുന്ന് പൊട്ടിക്കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ കരയുകയാണ്. അല്ലാഹുവേ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? ഫഹൽ യദ്കുറൂന അഗ്നീകും യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ പ്രവാചകരെ, നാളെ പടച്ചവന്റെ പരലോകമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ മഹ്ശറയുണ്ടല്ലോ. ആ മഹ്ശറയിലേക്ക് ഞാൻ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസം എന്നോട് ഈ സ്നേഹമുണ്ടാകുമോ നബിയേ? എന്നെ കണ്ട പരിചയം കാണിക്കുമോ നബിയേ? എന്നെ സഹായിക്കുമോ നബിയേ? ഞാൻ അങ്ങയുടെ ഭാര്യയാണല്ലോ, എന്നെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുകയാ, പ്രവാചകൻ ഇരുന്ന് കരയുകയാണ്. ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തു പറ്റി നബിയേ? എന്തിനാ നബിയേ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, ആയിഷ,
കുറിച്ച് നിനക്കറിയുമല്ലോ ആയിഷ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ അന്നത്തെ ദിവസമെങ്ങാണ് ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന പോലും അറിയില്ല ആയിഷ. ഒരു പെണ്ണ് പ്രസവിക്കുന്ന വേദന അറിയാത്ത ദിവസമാണ്, അവൾ അറിയാതെ പ്രസവിച്ചു പോകുന്ന ദിവസമാണ്. പടച്ചവനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവ് ഓടി ഒളിക്കുന്ന ദിവസമാണ് ആയിഷ. പടച്ചവനെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുടി പോലും നരച്ചു പോകുന്ന ദിവസമാണ്, പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുടി പോലും നരച്ചു പോകുന്ന ദിവസമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ സലാസത്തിന് 3 സ്ഥലങ്ങളുണ്ടല്ലോ. നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ ആ കോടതിയിൽ 3 സ്ഥലങ്ങളുണ്ട് ആയിഷ, 3 സ്ഥലങ്ങളുണ്ട് ആയിഷ. ആ 3 സ്ഥലങ്ങളിലേക്ക് ഒരു മനുഷ്യനെ കടന്നു ചെന്നാൽ, വാപ്പ മുന്നിലൂടെ നടന്നു പോയാൽ, ഉമ്മ മുന്നിലൂടെ നടന്നു പോയാൽ, പടച്ചവനെ കൂടപ്പിറപ്പാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, മക്കളാകട്ടെ, കൂട്ടുകാരാകട്ടെ, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത 3 സ്ഥലങ്ങളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആയിഷ അല്ലാഹുവിന്റെ പരലോകത്ത് 3 സ്ഥലങ്ങളുണ്ട് ആയിഷ. ആ 3 സ്ഥലങ്ങളിലേക്ക് ഒരു മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ ഫലാ യദ്കുറു അഹദുൻ അഹദാ, അവനവനല്ലാതെ മറ്റൊരാളും കാണില്ല. ആയിഷ നീയല്ലാതെ ഒരാളും നിന്നെ സഹായിക്കില്ല, ഒരാളും നിന്നോട് പരിചയം കാണിക്കില്ല. നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും നിന്റെ കൂടെ പിറപ്പും നിന്റെ കൂട്ടുകാര് ആര് നിന്റെ മുന്നിലൂടെ നടന്നു പോയാൽ തിരിഞ്ഞു നോക്കാത്ത 3 സ്ഥലമുണ്ട് ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ഒന്ന് പറഞ്ഞു പോയി, ഒന്ന് പറഞ്ഞു തരുവോ നബിയേ? ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത ആ 3 സ്ഥലങ്ങളൊന്ന് പറഞ്ഞു തരുവോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാ, പതിരാത്രി ഒരുമിച്ചുകൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഒരാളും നിന്നെ പരിഗണിക്കാത്ത 1ാമത്തെ സ്ഥലമേതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ദുനിയാവിന്റെ തുണിക്ക് മുകളിൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന കാലങ്ങളുണ്ടല്ലോ. പടച്ചവനെ 30, 40, 50, 60, 70 വർഷക്കാലം ഈ ദുനിയാവിന്റെ തുണിക്ക് മുകളിൽ ഞാനും നിങ്ങളും ഇങ്ങനെ ജീവിക്കുമ്പോ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനുമുണ്ടല്ലോ, ഈ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനുമുണ്ടല്ലോ. നാളെ പടച്ചവനെ ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ടല്ലോ. അല്ലാഹു എണ്ണി എണ്ണി ചോദിക്കുന്നു, പടച്ചവനെ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും അല്ലാഹു ചോദിക്കുന്ന ഒരവസരമുണ്ടല്ലോ. അറിഞ്ഞു ചെയ്തത്, അറിയാതെ ചെയ്തത്, ഒറ്റയ്ക്ക് ചെയ്തത്, കൂട്ടമായി ചെയ്തത്, അഹങ്കാരത്തോടെ ചെയ്തത്, പടച്ചവനെ ചെയ്തു കൂട്ടിയത് മുഴുവനും അല്ലാഹു എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ 1ാമത്തെ സ്ഥലം വിചാരണയുടെ സ്ഥലമാണ് ആയിഷ. അല്ലാഹു വിചാരണ ചെയ്യുന്നതിന് വേണ്ടി മനുഷ്യനെ പിടിച്ചു നിർത്തുന്ന രംഗമുണ്ടല്ലോ, ആ മനുഷ്യനും നിന്നെ ഒരാളും തിരിഞ്ഞു നോക്കൂല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, നബിയേ 2ാമത്തെ സ്ഥലമേതാ നബിയേ? എന്റെ പ്രിയമുള്ളവരെ, ചുമലിരിക്കുന്ന നമ്മുടെ വലത് തോളിലും ഇടത് തോളിലും ഇരിക്കുന്ന ആ 2 മലക്കുകൾ ഉറങ്ങാതെ 24 മണിക്കൂർ അവരിങ്ങനെ എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, നാളെ ആ കിതാബുണ്ടല്ലോ, ആ നന്മതിന്മകൾ എഴുതിയ കിതാബുണ്ടല്ലോ, പടച്ചറപ്പ് തൂക്കി നോക്കുന്ന രംഗമുണ്ടല്ലോ, ആ കിതാബ് നമ്മുടെ കയ്യിലേക്ക് എടുത്തു തരുന്ന രംഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആ സമയത്ത് ജനങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയാ, ആലിഹാദൽ കിതാബ്
ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്റെ കിതാബാ പടച്ചവന്, ഇതെന്റെ പുസ്തകമാ പടച്ചവന്. ജീവിതത്തിൽ ചെയ്തത് മുഴുവനും നിന്നകത്തുണ്ടല്ലോ തമ്പുരാന്, ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ റഹ്മാന്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആയിഷ രണ്ടാമത്തെ സ്ഥലമേതെന്ന് അറിയുമോ? അത് മീസാനിന്റെ മുന്നിലാണ് ആയിഷ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കിടന്ന് കരഞ്ഞു വിറച്ചുകൊണ്ട് ആയിഷ ബീവി ചോദിച്ചു, നബിയേ മൂന്നാമത്തെ സ്ഥലമേതാ നബിയേ? അപ്പയില്ലാത്ത, ഉമ്മയില്ലാത്ത, ഭാര്യയില്ലാത്ത, മക്കളില്ലാത്ത, കൂടപ്പിറപ്പില്ലാത്ത, കൂട്ടുകാരില്ലാത്ത, ശരീരത്തിന്റെ അവയവങ്ങൾ പോലും എതിരാകുന്ന പടച്ചറപ്പിന്റെ പരലോകത്തിലെ മൂന്നാമത്തെ സ്ഥലമേതാ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പടച്ചവനെ, നരകത്തിന്റെ മുകളിലൂടെ പടച്ചറപ്പ് വലിച്ചു കെട്ടിയിരിക്കുന്ന സുറാസ് എന്ന പാലമുണ്ടല്ലോ, ഒരു മുറി 7 മുറിച്ചിട്ട് അതിലൊരംശം എങ്ങനെയാണോ അതിനെക്കാലം നേർമയായ ഒരു പാലമുണ്ടല്ലോ, നരകത്തിന്റെ മുകളിലൂടെ അല്ലാഹു വലിച്ചു കെട്ടിയിട്ടുണ്ട്. ആ പാലത്തിന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യനെത്തിയ പിന്നെ ഒരാളും ഒരു മനുഷ്യനെയും തിരിഞ്ഞു നോക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീടിനകത്ത് കരഞ്ഞ് തളർന്നു കിടക്കുന്ന ഭാര്യ, ആ ഭാര്യയുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയേ, എന്നെ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അവിടെന്ന് പറഞ്ഞു, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്. എങ്കിൽ ആയിഷ ബീബി ചോദിച്ചു, ഈ ഇഷ്ടം നാളെ പരലോകത്ത് വരുമ്പോഴും കാണും? അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോ ഈ സ്നേഹം എന്നോടുണ്ടാകുമോ? എന്നെ കൂടെ ഒന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകുമോ? വല്ല പരിഗണനയും എന്നോട് കാണിക്കുമോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 3 സ്ഥലം പറയുന്നു. സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅദനാ റബ്ബി യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മതി 70000 ലാ ഹിസാബ അലൈഹിം വലാ അദാബ മഅ കുല്ലി 1070. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ആയിഷ, അല്ലാഹു വിചാരണയ്ക്ക് വേണ്ടി ജനങ്ങളെ മുഴുവനും പിടിച്ചു നിർത്തുന്ന അവസ്ഥയുണ്ടല്ലോ, ആ അവസരമുണ്ടല്ലോ, ആ സമയത്ത് 70,000 പേര് വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകും ആയിഷ. ആ 70,000 പേരിൽ ഓരോ മനുഷ്യന്റെ കൂടെയും 70,000 ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ വിചാരണയില്ലാതെ ലക്ഷക്കണക്കിന് ആൾക്കാർ സ്വർഗത്തിലേക്ക് കടന്നു പോകും. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, മൻ ഹൂസിബ യൗമൽ ഖിയാമ, ഏതെങ്കിലും ഒരു മനുഷ്യനെ അല്ലാഹു വിചാരണ ചെയ്യാൻ പിടിച്ച അവൻ നശിച്ചു പോകുമെന്ന് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നാളെ റബ്ബ് ചെയ്തത് മുഴുവനും എണ്ണി ചോദിക്കുന്ന രംഗമുണ്ട്. ആ രംഗത്ത് ഒരാളെയും നമ്മളെ തിരിഞ്ഞു നോക്കൂല. ആ സമയത്ത് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ നമുക്ക് പെടണം. ആ സമയത്ത് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ എന്റെ പ്രിയമുള്ളവരെ, 6 സ്വഭാവം ആർക്കുണ്ടോ, 6 നന്മകൾ ആര് തന്റെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ, അവൻ നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിലെത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 6 നല്ല കാര്യം ആര് തന്റെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ, അവൻ നാളെ പരലോകത്ത് ചെല്ലുമ്പോ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകും. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അവർക്കാണ് ഹിസാബ് യസീറ എന്നൊരു ഹിസാബുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ മുന്നിൽ ഇപ്പൊ സിറാജ്, ഞാൻ വഴുത പറയുന്ന ഞാൻ നാളെ മരിച്ച റബ്ബിന്റെ പരലോകത്ത് അള്ളാഹിന്റെ മുന്നിൽ ഞാൻ പോയി നിൽക്കുമ്പോ അള്ളാഹു എന്നോട് ചോദിക്കും, സിറാജ്, നിസ്കാരം ഒന്നും ഇല്ലല്ലോ? ഇല്ല പടച്ചവനെ. ഒരുപാട് സൽക്കർമ്മങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല പടച്ചവനെ. നീ ഒരുപാട് തെറ്റുകൾ ചെയ്തല്ലോ? ചെയ്തു പടച്ചവനെ. എല്ലാം ഞാൻ സമ്മതിക്കും. എല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് ഞാൻ ചെയ്ത തെറ്റുകൾ മുഴുവനും ഞാനിങ്ങനെ സമ്മതിക്കുമ്പോ അവസാനം അള്ളാഹു പറയും,
എല്ലാം സമ്മതിച്ച് കഴിയുമ്പോ കേറി പോടാ, എന്റെ കരുണ കൊണ്ട് നീ കേറിപ്പോക്കോ എന്നിങ്ങനെ സ്വർഗത്തിലേക്ക് കയറ്റിവിടുന്ന ചില വിഭാഗമുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ആ കൂട്ടത്തിൽ പെടാൻ ആഗ്രഹമുള്ള മഹാന്മാരൊന്ന് പൊക്കിക്കോ, വേറെ വഴിയൊന്നുമില്ല. ചിലപ്പോ ഇതേ കാണത്തുള്ളൂ. ചിലപ്പോ നീ കൈ പൊക്കിയതിന്റെ പേരിൽ നിനക്ക് സ്വർഗം കിട്ടും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേറെ ഒന്നും വേണ്ട, ഒരുപാട് വലിയ സൽക്കർമ്മൊന്നും വേണ്ട. ഒരു നായിക്ക് വെള്ളം കൊടുത്തേനല്ലേ ഒരു പെണ്ണിന് അള്ളാഹു സ്വർഗം കൊടുത്തേ? വളരെ മോശമായ വ്യഭിചരിച്ച് നടന്ന ഒരു പെണ്ണ് ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തതിന്റെ പേര് സ്വർഗം കിട്ടി. 5 നേരം നിസ്കരിച്ച് ദിക്റും ദുആയും ഖുർആനും ഒരുപാട് സൽക്കർമ്മവുമായി നടന്ന ഒരു പെണ്ണ് ഒരു പൂച്ചയ്ക്ക് വെള്ളം കൊടുക്കാതിരുന്നപ്പോൾ നരകവും കിട്ടി. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അള്ളാഹു അങ്ങനെ വല്ലാത്ത കരുണയാണ്. അള്ളാഹുവിന് വല്ലാത്ത കരുണയാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് 2 ആൾക്കാരെ കൊണ്ടുവരും. അള്ളാഹുവിന്റെ പരലോകത്ത് 2 ആൾക്കാരെ കൊണ്ടുവരും. 2 പേരോടും അള്ളാഹു പറയും നരകത്തിൽ പൊക്കോളാൻ. 2 പേരോടും പറയും നരകത്തിൽ പോകാൻ. നരകത്തിലേക്ക് പോകാൻ പറയുമ്പോ ഒരുത്തനാണെങ്കിൽ ഒറ്റ ഓട്ട. നരകത്തിലേക്ക് പോകാൻ പറഞ്ഞപ്പോ ഒരുത്തൻ ഒറ്റ ഓട്ടം ഓടുവാ നരകത്തിലേക്ക്. രണ്ടാമത്തെ മനുഷ്യനാണെങ്കിൽ കുറച്ചു മുന്നോട്ട് പോകും, കരയും തിരിഞ്ഞു നോക്കും, പിന്നെയും മുന്നോട്ട് പോകും, കരയും തിരിഞ്ഞു നോക്കും, പിന്നെയും മുന്നോട്ട് പോകും, കരയും തിരിഞ്ഞ് ഇങ്ങനെ പോവാ. 2 പേരും നരകത്തിന്റെ മുന്നിലെത്തിയപ്പോ അള്ളാഹു 2 പേരെയും തിരിച്ചു വിളിച്ചു. അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് 6 കാര്യങ്ങളും പറയാമെന്ന് ഞാൻ വാക്കൊന്നും പറയൂല. ഇൻഷാ അല്ലാഹ് കറക്റ്റ് 10:30 ചവിട്ടി നിർത്തി ദുആ ചെയ്ത് പിരിയും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ നാളെ വിചാരണയില്ലാതെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലേക്ക് കടന്നു പോകുന്ന ആ ഭാഗ്യവാൻ ആരാ നബിയേ, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത 1ാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അതിരാത്രി ഒരുമിച്ചുകൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുന്നു, സഹാബാ, അള്ളാഹു പരീക്ഷണം കൊടുക്കുന്ന സമയമുണ്ടല്ലോ. ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും പടച്ചവനെ ഒന്നിന് പുറകെ ഒന്നൊന്നായി ജീവിതത്തിലേക്ക് ദുഃഖങ്ങൾ മാത്രം കടന്നു വരുമ്പോ കണ്ണീര് റബ്ബിങ്ങനെ തോരാതെ നിനക്ക് തന്നുകൊണ്ടിരിക്കുമ്പോ, പടച്ചവനെ നിന്റെ കച്ചവടം നഷ്ടത്തിലാകുമ്പോ, നിനക്ക് ലക്ഷങ്ങളുടെ കടമുണ്ടാകുമ്പോ, നിന്റെ മക്കൾക്ക് രോഗം പിടിക്കുമ്പോ, നിന്റെ വീടിനകത്ത് റബ്ബേ സമാധാനമില്ലാതെ വരുമ്പോ, പടച്ചവനെ ഒന്നിന് പുറകെ ഒന്നൊന്നായി ജീവിതത്തിലേക്ക് അള്ളാഹു പ്രയാസങ്ങൾ മാത്രം തരുമ്പോ ഇത് പടച്ച റബ്ബിന്റെ തീരുമാനമാ, ഇതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് കരുതിയിട്ട് ശ്രമിക്കുന്നവനുണ്ടല്ലോ, വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്, അവൻ നാളെ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലെത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 1ാമത്തെ വിഭാഗം അള്ളാഹു ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ കൊടുക്കുന്ന സമയം ഇത് അള്ളാന്റെ തീരുമാനമാണ്, ഇത് പടച്ച റബ്ബിന്റെ തീരുമാനമാ എന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവന് നാളെ സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ ഓരോന്നിങ്ങനെ ദുഃഖങ്ങൾ മാത്രം കടന്നു വരിക. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ നമ്മൾ പറയണം, ഉസ്താദിന്റെ അടുക്ക പോയി പറയും, ഉസ്താദെ 5 നേരം ഞാൻ നിസ്കരിക്കുമല്ലോ ഉസ്താദെ, ഒരു വഖത്ത് പോലും ഞാൻ കൊള്ളയാക്കത്തില്ലല്ലോ. ഏത് പരിപാടിക്കും വഅലിനാകട്ടെ, മജ്ലിസിനൂറിനാകട്ടെ, സ്വലാത്തിനാകട്ടെ, ഏതിനും ഞാൻ മുൻപന്തിയിൽ ഉണ്ടാവുമല്ലോ ഉസ്താദെ. എത്ര ഞാൻ എന്റെ കയ്യിൽ ഇല്ലെങ്കിലും ഉള്ളത് ഞാൻ തരുമല്ലോ, സദക്ക ചെയ്യുമല്ലോ. എന്നാൽ എനിക്കിത് വന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പരീക്ഷണം കടന്നു വരുന്ന സമയത്ത് ഇത് റബ്ബിന്റെ തീരുമാനമാണെന്ന് നമുക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഞാനും നിങ്ങളും ഉമ്മയുടെ വയറ്റിൽ കിടന്ന് 4 മാസമായപ്പോൾ ഒരു മലക്ക് വന്നിട്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്ന് 4 മാസമായപ്പോ ഒരു മലക്ക് വന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, സിറാജ്, എടാ നീ ജീവിതത്തിൽ ഇന്നതൊക്കെ നീ അനുഭവിക്കണം, നിനക്ക് ഇന്നതൊക്കെ കിട്ടും, നീ തിന്നേണ്ട ഭക്ഷണം ഇതാ, അതിന്റെ മുകളിൽ എന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. എന്തിന്? എന്റെ ഭാര്യ ആരാ, എനിക്ക് എത്ര മക്കളുണ്ട്, എനിക്ക് എത്ര പണം കിട്ടും, ഞാൻ എത്ര വയല് പറയുന്ന ആളാകും, എന്തിന്? അവസാനം ഞാൻ എത്ര വയസ്സ് ജീവിക്കും, എവിടെ കിടന്ന് മരിക്കും, മരിക്കുന്ന സമയത്ത് മുസ്ലിമായിട്ടാണോ കാഫിറായിട്ടാണോ, എന്നെ എവിടെ കബറടക്കും, ഈ കാര്യങ്ങൾ മുഴുവനും ഞാൻ എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ എഴുതി വെച്ചിരിക്കുക. അത് അനുഭവിക്കാതെ പോകാൻ കഴിയും? അതൊക്കെ അനുഭവിക്കാതെ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ ചോദിക്കുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ ചോദിക്കുകയാണ്, അഫഹസിബതും മൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് ചോദിക്കുന്ന, സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? ഏ മനുഷ്യ, നിനക്ക് സ്വർഗ്ഗത്തിലേക്ക് വെറുതെ കടന്നു പോകാമെന്ന് നീ കരുതുന്നുണ്ടോ? അല്ലാഹ് പറയുകയാ, അല്ല, അതാ നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിലേക്ക് നിന്റെ മുൻഗാമികൾ ഒരുപാട് അനുഭവിച്ചല്ലോ. അനുഭവിക്കാതെ നിനക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ലെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ, അതിരാത്രി കടന്നു വന്നവര് നമ്മളെപ്പോഴും പറയും, ഉസ്താദേ ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാ, അല്ലാഹുവിന് എന്നോടെന്തോ ദേഷ്യമാ, പടച്ചവൻ എന്നോടെന്തോ ദേഷ്യമാണ്, അതുകൊണ്ടാണ് എനിക്ക് കൊല്ലങ്ങളായി വർഷങ്ങളായി എനിക്ക് മക്കളെ തരാത്തത്, എന്റെ രോഗം മാറാത്തത്, എനിക്ക് സമാധാനം തരാത്തത്, എനിക്ക് സ്വന്തമായിട്ടൊരു വീട് തരാത്തത്, എന്റെ കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് തരാത്തത്, എന്റെ മക്കൾക്ക് നല്ല ഒരു ജീവിതം തരാത്തത്. പടച്ചവനെ പരാതി പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, അല്ലാഹു നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല, അല്ലാഹു നിന്നോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല, നിന്നെ കരയിപ്പിച്ചിട്ടും പടച്ചറപ്പിനൊന്നും നേടാനല്ല, എന്റെ പ്രിയമുള്ളവരെ സ്നേഹം കൂടിയത് കൊണ്ടാ, അല്ലാഹു നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ പടച്ചറപ്പ് നിനക്ക് കണ്ണീര് തരുന്നത്, നിനക്ക് ദുഃഖം തരുന്നത്, നിനക്ക് വേദന തരുന്നത്, നിനക്ക് പ്രയാസം തരുന്നത്. കാരണം അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, ഇന്ന അശദ്ദന്നാസി ബലാ അൽ അംബിയാ. അല്ലാഹു ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയും അറിയുമോ? അല്ലാഹു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരെയാ. ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങളെ വരെ മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഇഷ്ടമില്ലാത്തത് കൊണ്ടാ, അല്ലാഹുവിന് നബിയെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചത്. എത്ര മക്കളുടെ മയ്യത്ത് കബറടക്കിയ വാപ്പയാ, എത്ര മക്കളുടെ മയ്യത്ത് എന്റെ പ്രിയമുള്ളവരെ ഉമ്മയുടെ കണ്ണ് കൊതിതീരാൻ കൊടുത്തോ? ഇല്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന് ഇഷ്ടമുള്ളവർക്ക് അള്ളാഹു പരീക്ഷണം തരും. അള്ളാഹുവിന് ഇഷ്ടം കൂടുന്നതിനനുസരിച്ച് അള്ളാഹു ഇങ്ങനെ കരയിപ്പിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വെറുതെ അല്ലല്ലോ, വെറുതെ അല്ലല്ലോ. ക്യാൻസർ രോഗം വരണമെന്ന് ആഗ്രഹിക്കണ ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? ഉണ്ടോ? ഞാൻ നിങ്ങളും ദുആ ചെയ്യും, അത് തരല്ലേ അല്ലാഹ്. അങ്ങനല്ലേ ദുആ ചെയ്യാ? അങ്ങനല്ലേ ദുആ ചെയ്യാ? എങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെല്ലുമ്പോ ക്യാൻസർ രോഗിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ അത് വരാത്തവൻ പറയുമത്രേ, എനിക്കിത് വന്നില്ലല്ലോ എന്ന് ഖേദിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ക്യാൻസർ രോഗിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഷഹീദിന്റെ കൂലിയാ. 6 രീതിയിൽ മരണപ്പെടുന്ന മനുഷ്യന് ഷഹീദിന്റെ കൂലിയാ. അതിൽപ്പെട്ട ഒന്നാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വയറിന്റെ ഉള്ളിൽ രോഗം വന്നിട്ട് മരിക്കുക. 5 നേരം നിസ്കരിച്ച് അള്ളാനെ പേടിച്ചടക്കുന്ന ഒരു മനുഷ്യൻ വയറിന്റെ ഉള്ളിൽ രോഗം വരിക, ആ രോഗങ്ങളിൽ പെട്ടതാണ് ക്യാൻസർ രോഗം. 5 നേരം നിസ്കരിച്ച് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ഒരു മനുഷ്യന് ക്യാൻസർ രോഗം വന്നു, അവൻ മരണപ്പെട്ട, അവന് ഷഹീദിന്റെ കൂലിയാ. നാളെ അവൻ ശുഹദാക്കളുടെ കൂടെയാ. നാളെ ശുഹദാക്കളുടെ കൂടെ പോകുന്നത് കാണുമ്പോ നമ്മൾ പറയും, ഇത് വന്നില്ലല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അള്ളാഹു പ്രയാസം
പ്രയാസങ്ങൾ തരുമ്പോൾ അത് റബ്ബിന്റെ തീരുമാനമാണെന്ന് കരുതാൻ കഴിയാൻ. അല്ലാതെ ആരോ കൂടോത്രം ചെയ്ത് വെച്ചിരിക്കുന്നു, മുട്ട കുടിച്ചിട്ടിരിക്കണോ, വെറ്റയിട്ടിരിക്കണോ, തകട് കുഴിച്ചിട്ടിരിക്കുന്നതൊന്നും അല്ല വിഷയം. അതൊക്കെ ഉണ്ടോ ഇല്ല അത് വേറെ വിഷയം. അതുണ്ടോ ഇല്ലേ, കൊണ്ടാ ഭരിക്കോ ചെയ്താ ഭരിക്കോ ഇല്ല, അതുകൊണ്ട് അത് വൻഭാവത്തി എണ്ണിയത് ചെയ്യാൻ പാടില്ല. അത് ചെയ്യാൻ പാടില്ല. നിനക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനുള്ളത് അള്ളാഹു കൊടുക്കും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നീ അനുഭവിക്കാനുള്ളത് നീ അനുഭവിച്ചേ പറ്റൂ. നിനക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഈമാൻകാരി എത്ര പറ മനുഷ്യന്മാരെ, ഈമാൻകാരി എത്ര? 6. ഒന്നാമത്തെ എന്താ? പറ, ഉറക്കെ പറ. അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണം. 2 അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ട്. 3 അള്ളാഹുവിന്റെ കിതാബുകളെ കൊണ്ട്, മുർസലീങ്ങളെ കൊണ്ട്, അന്ത്യദിനത്തിനെ കൊണ്ട്. 6ാമത്തെ കാര്യം എന്താ? 6ാമത്തെ കാര്യം എന്താ? ഉറക്കെ പറ. നന്മയും തിന്മയും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നതെന്ന് നീ വിശ്വസിച്ചാലേ യഥാർത്ഥ വിശ്വാസിയാഹൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ദുഃഖവും സന്തോഷം എവിടെ നിന്നുണ്ടാകുന്നതാ? അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതാ. അപ്പൊ അത് വിശ്വസിച്ചാലേ നമ്മൾ വിശ്വാസിയാകൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ആരുമില്ല, ദുഃഖമില്ലാത്ത ആരുമില്ല, വേദനകളില്ലാത്ത ആരുമില്ല. ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും എന്തെങ്കിലും ഒരു പ്രയാസമുള്ളവരാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. ഇത് പടച്ച റബ്ബിന്റെ തീരുമാനമാണെന്ന് കരുതിയിട്ട് ക്ഷമിക്കാൻ കഴിയുന്നില്ലല്ലോ. അള്ളാഹുവേ, പടച്ചവനെ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? പടച്ചവനെ ഇന്ന് തൂങ്ങുകയാണ്. കയറെടുത്തിട്ട് തൂങ്ങുന്ന പെൺകുട്ടികളുണ്ട്. പടച്ചവനെ കടക്കടിയിലേക്ക് വീഴുമ്പോ, കച്ചവടം നഷ്ടത്തിലായിട്ട് പടച്ചവനെ ലക്ഷങ്ങളുടെ കടമുണ്ടാകുമ്പോ തന്റെ ഭാര്യയും മക്കളെയും പോലും ഓർക്കാതെ ഒറ്റയടിക്ക് ജീവിതം തീർക്കുന്ന കച്ചവടക്കാരുണ്ട്. പടച്ചവനെ, ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദനകൾ ഉണ്ടാകുമ്പോ, കള്ളക്കേസിൽ കുടുങ്ങുമ്പോ, അപവാദങ്ങളും പരിഹാസങ്ങളും കേൾക്കുമ്പോ, സ്വന്തം മക്കളെ പടച്ചവനെ വിഷം ചോറിൽ കലർത്തിയിട്ട് തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വിളമ്പിക്കൊടുത്തിട്ട് പടച്ചവനെ ആത്മഹത്യ ചെയ്യുന്ന എത്രയോ മുസ്ലിമീങ്ങളെ നമ്മൾ കണ്ടവരാ. എന്റെ പ്രിയമുള്ളവരെ, സമുദായത്തിലേക്ക്, മുസ്ലിം സമുദായത്തിലേക്ക് വീണ്ടും ആത്മഹത്യ ഇങ്ങനെ കടന്നു വരുമ്പോ അതിന്റെ കാരണം എന്തെന്നറിയുമോ? പടച്ചവനെ, പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് പിടിച്ചു നിൽക്കാൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വരുന്ന ദിവസം പടച്ചവനെ മക്കളോടുകയാണ്, ഓടിച്ചെന്നിട്ട് പടച്ചവനെ അവർക്കൊരു നല്ല റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന എത്രയോ മക്കളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ചാകാനാണെങ്കിൽ അതിനല്ലേ സമയം കാണൂ. ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും പടച്ചവനെ ജീവിതമെന്ന് അവസാനിപ്പിക്കണമെന്ന് തോന്നുമ്പോ, നാട്ടുകാർ മുഴുവനും ഒറ്റപ്പെടുത്തുമ്പോ, കൂട്ടുകാരും കൂടപ്പിറപ്പും കുടുംബക്കാരും കൈവിടുമ്പോ, ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിന്നെ അപവാദം പറഞ്ഞു നിന്നെ പരിഹസിക്കുമ്പോ, നാണം കെടുത്തുമ്പോ, സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും മുന്നിൽ എന്നെ ഒറ്റപ്പെടുത്തുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഈ ജീവിതമെന്ന് അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നതിന് 1 മിനിറ്റ് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിനക്കൊരു ദിക്ർ പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഒരു ദിക്ർ പറയാൻ നിനക്ക് കഴിയുമോ? നിന്റെ മനസ്സിന് സമാധാനം കിട്ടാൻ, നിന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാൻ, നിനക്കൊരു ആത്മവിശ്വാസം കിട്ടാൻ, ഒരു ധൈര്യം കിട്ടാൻ അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിക്ർ പറഞ്ഞു തരികയാ. ഏത് ദിക്റെന്നറിയുമോ? ആര് പറഞ്ഞ ദിക്റെന്നറിയുമോ? ആര് പറഞ്ഞ ദിക്റെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ. എന്റെ പ്രിയമുള്ളവരെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അല്ലാഹുവേ ഒരു അപവാദം പറഞ്ഞു പരത്തുകയാ. ഒരു അപവാദം പറഞ്ഞു പരത്തുകയാ. എന്ത് അപവാദമെന്നറിയുമോ? ആയിഷ ബീബി വ്യഭിചരിച്ചെന്ന് നാട് മുഴുവനും പറഞ്ഞു പരത്തുകയാ. മഹാനായ സൗബാ റളിയല്ലാഹു തആല അൻഹു ഒരു ചെറുപ്പക്കാരനുമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞു പരത്തുകയാ. അവർ ആയിഷ ബീബിയെ വെറുതെ വിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ പോലും വെറുതെ വിട്ടില്ല. ആ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവമാ. എന്റെ പ്രിയമുള്ളവരെ, എവിടെ
നോക്കിയാലും ആയിഷാനെ കുറിച്ചാണ് ചർച്ച. പടച്ചവനെ, പള്ളിക്കകത്തും പള്ളിയുടെ വെളിയിലും ഒരു നാട് മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കേട്ട് കേട്ട് മടുക്കുകയാ. കാരണം പ്രവാചകനാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അത് കേട്ട് കേട്ട് മടുക്കുകയാണ്. സഹിക്കാൻ കഴിയാതെ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ആയിഷ, കുറച്ച് ദിവസം നിന്റെ വീട്ടിലേക്ക് പോക ആയിഷ, നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കുക ആയിഷ. ആയിഷ ബീവിയുടെ ഹൃദയം പൊട്ടുന്ന വേദനയാ. കാരണം ഭർത്താവ് കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കാൻ പറയുകയാണ്. ആയിഷ ബീവിയുടെ ശബ്ദം പോലും വെളിയിൽ വരുന്നില്ല. കണ്ണീരല്ലാതെ മറ്റൊരു മറുപടിയുമില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട വാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആയിഷ ബീവി ഓടിച്ചെന്ന് ഉപ്പാന്റെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, വാപ്പാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ് വാപ്പാ, ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് എന്റെ വാപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? ഈ ആയിഷ വ്യഭിചരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നോ വാപ്പാ? അല്ലാഹുവേ, വാപ്പ മകളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വിശ്വസിക്കലല്ലാതെ വഴിയില്ല ആയിഷ. ആയിഷ ബീവി തളർന്നില്ല. തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ, ഇവരൊക്കെ പറയുന്നത് കള്ളമാവുമ്മ, ഇവര് തെറ്റിദ്ധരിച്ചിട്ട് പറയുകയാമ്മ. 9.5 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട മാതാവ് തന്റെ പൊന്നാര മകള് നെഞ്ചു പൊട്ടിക്കെട്ട് കരഞ്ഞുകൊണ്ട് പറയുമ്പോ ആ മകളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ മറുപടി, ആയിഷ, തെളിവുകൾ മുഴുവനും നിനക്കെതിരായിഷ, ഇനി എനിക്ക് വിശ്വസിക്കലല്ലാതെ വഴിയില്ല. ഉമ്മ കൈയൊടിഞ്ഞു, വാപ്പ കൈയൊടിഞ്ഞു, കുടുംബക്കാര് കൈയൊടിഞ്ഞു, ഒരു നാട് മുഴുവനും തെറ്റുകാരിയെന്ന മുദ്ര കുത്തികെട്ട് പരിഹസിക്കുമ്പോ കളിയാക്കുമ്പോ നാണം കൊടുക്കുമ്പോ ആയിഷ ബീവി കയറെടുത്തില്ല, നരമ്പ് മുറിച്ചില്ല, വിഷമെടുത്ത് കുടിച്ചില്ല. എന്റെ പ്രിയമുള്ള പെങ്ങള് നിസ്കാരപ്പായിക്കകത്തേക്ക് കിടക്കുകയോ. അന്ന് ചരിത്രം പറയുന്നു, ആയിഷ ബീവിക്ക് 16 വയസ്സിന്റെ താഴെയാണ് പ്രായമുള്ളത്. പഠിച്ചവര് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പഠിച്ചവരെ ദിവസങ്ങൾ ഇങ്ങനെ എണ്ണി നീർക്കുകയാണ്. ഓരോ ദിവസങ്ങൾ ഇങ്ങനെ തള്ളുകയാണ്. 15 ദിവസം കഴിഞ്ഞു, 15 ദിവസം കഴിഞ്ഞു. 16ാമത്തെ ദിവസം നോക്കുമ്പോ സുബഹി നമസ്കാരം കഴിഞ്ഞ ആയിഷ ബീവി വീടിലെ വീടിന്റെ വാതിലിലേക്ക് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാ. ഓരോ ദിവസവും ആയിഷ ബീവി സുബഹി നമസ്കാരം കഴിഞ്ഞ് വീടിന്റെ കവാടത്തിലേക്ക് നോക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വരുന്നുണ്ടോ, അല്ലാഹുവിന്റെ റസൂൽ വരുന്നുണ്ടോ? 16ാമത്തെ ദിവസം ഇങ്ങനെ നോക്കുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാ. ആയിഷ ബീവിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇറങ്ങി ഓടുകയാ. ഓടിച്ചെന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുന്നു, നബിയേ, യാ അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അല്ലാഹു പറഞ്ഞു നബിയേ. എന്റെ നിരപരാധിത്വം തെളിഞ്ഞോ നബിയേ? ജിബ്രീൽ വന്നു നബിയേ. ഖുർആനിന്റെ ആയത്തുമായി 7 ആകാശം കടന്ന് ജിബ്രീൽ ഇറങ്ങി വന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ഇന്നലെ ഖുർആനിൽ ആയത്തിറങ്ങി ആയിഷ, നീ നിരപരാധിയാണെന്ന് ഖുർആൻ പറഞ്ഞു ആയിഷ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായം ഇറങ്ങി വന്നു ആയിഷ. ആയിഷ ബീവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നബിയേ, എനിക്കുറപ്പായിരുന്നു നബിയേ, 7 ആകാശം കടന്ന് ജിബ്രീൽ ഖുർആനിന്റെ ആയത്തുമായി അല്ലാഹുവിന്റെ സഹായവുമായി ഇറങ്ങി വരുമെന്ന് എനിക്കറിയായിരുന്നു നബിയേ, എനിക്കുറപ്പായിരുന്നു നബിയേ. ആ ചെറിയ പെണ്ണിന്റെ ആ ഉറപ്പ് കേട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ, ഇത്ര ഉറപ്പെന്തേ ആയിഷ? അല്ലാഹുവിന്റെ സഹായം വരുമെന്ന്, ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന് ഇത്ര ഉറപ്പിച്ച് പറയാനുള്ള കാര്യമെന്താ? അവിടെന്ന് പറഞ്ഞു, നബിയേ, ഈ 15 ദിവസം നിസ്കാരപ്പായിലിരുന്ന് ഞാൻ പറഞ്ഞത് ഒരേ ഒരു ദിക്റാ നബിയേ.
അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ, നിനക്ക് ആത്മവിശ്വാസം നൽകിയ, നിനക്ക് മനക്കരുത്ത് നൽകിയ, പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം തന്ന ആ ദിക്ർ ഏതാ ആയിഷ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. നിസ്കാരപ്പായിൽ നിന്നിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ മാലിക്കുൽ മുലൂക്കായ പടച്ചറബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷാ ബീവി പറഞ്ഞു, അല്ലാഹ്, എന്റെ വാപ്പ കൈയിടിഞ്ഞ് പടച്ചവര്, എന്റെ ഉമ്മ എന്നെ കൈയിടിഞ്ഞ് പടച്ചവര്, എന്റെ കുടുംബക്കാരെന്നെ കൈയിടിഞ്ഞ് പടച്ചവര്, ഈ നാട്ടുകാര് മുഴുവനും ഞാൻ തെറ്റുകാരിയാണെന്ന് എന്നെ മുദ്ര കുത്തിയിരിക്കുന്ന പടച്ചവര്, എങ്കിലും സത്യം നിനക്കറിയാമല്ലോ, നിന്റെ സഹായമല്ലാതെ ഈ ഒരു സഹായം എനിക്കില്ല പടച്ചവര്, കൈവിടല്ലേ അല്ലാ, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ കൈവിടല്ലേ അല്ലാ, എനിക്ക് നീ മാത്രം മതി പടച്ചവര്, എനിക്ക് നീ മാത്രം മതി പടച്ചവര്. ആയിഷാ ബീവി റളിയല്ലാഹു തആല ഈ ദിക്റാണ് പറഞ്ഞതെന്ന് പ്രവാചകരോട് പറഞ്ഞു കൊടുക്കുമ്പോ അതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള പെങ്ങള്, ആര് കളിയാക്കട്ടു, ആര് പരിഹസിക്കട്ടു, ആര് നാണം കെടുത്തിട്ടു, ഇല്ലാത്തത് പറഞ്ഞ് പരത്തിട്ടു, എന്റെ ജീവിതത്തിൽ നിനക്ക് സഹിക്കാൻ കഴിയാത്ത വേദനകളെ സമ്മാനിക്കട്ടു. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോ പടച്ചവനെ പേപ്പട്ടിയെ തല്ലുന്നതുപോലെ എല്ലാവരും ചുറ്റുഭാഗത്ത് കിടന്ന് നിന്നെ കല്ലെറിയുമ്പോ മോനെ പറയടാ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഈ ദിക്ർ പറഞ്ഞാൽ അല്ലാഹു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത്ത് നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. നിന്റെ മനസ്സിന്റെ ഉള്ളിൽ താങ്ങാൻ കഴിയാത്ത വേദന ഉണ്ടാകുമ്പോ, ലക്ഷങ്ങളുടെ കടമുണ്ടാകുമ്പോ അല്ലാഹു നമ്മുടെ കടം മാറ്റി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ കടം മാറ്റി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, താങ്ങാൻ കഴിയാത്ത വേദനകൾ ഉണ്ടാകുമ്പോ ഈ ദിക്ർ അങ്ങോട്ട് പറ, നിനക്ക് മനസ്സമാധാനം കിട്ടും. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ട് കാര്യം ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്താൽ അവന്റെ കടം മാറും, അവൻ കടക്കാരനായി മരിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ട് കാര്യം ജീവിതത്തിൽ ചെയ്യുന്ന മനുഷ്യന് കടമുണ്ടെങ്കിൽ അവന്റെ കടം മാറും, അവൻ കടക്കാരനായി മരിക്കില്ല. അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് കാക്കുമാറാകട്ടെ. ഞാനൊരു രണ്ട് കാര്യം പറഞ്ഞു തരാം, ഇൻഷാ അല്ലാഹ് ചെയ്യുമോ? കടക്കാരനായി മരിക്കാതിരിക്കണം എന്ന് ആഗ്രഹമുള്ള മഹാന്മാരെന്ന് പൊക്കിക്കോ. കാരണം കടക്കാരനായി മരിച്ച ഷഹീദാണെങ്കിൽ പോലും മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല. അല്ലാഹു അങ്ങന്റെ അവസ്ഥയ്ക്ക് തൊട്ട് കാക്കുമാറാകട്ടെ. ചെറുപ്പക്കാരൻ ഇരുന്ന് ചിരിക്കുന്നു, ഉസ്താദ് എനിക്കിപ്പം കടമൊന്നും ഇല്ലല്ലോ. മോനെ, നിന്നെ എത്തിക്കാനിലാക്കാൻ അല്ലാഹു കൂടുതൽ സമയമൊന്നും വേണ്ട. ചിലപ്പോ ഈ സഹചാരിയുടെ പിരിവെടുക്കുന്ന പൈസ ചിലപ്പോൾ നിനക്കുള്ളതായിരിക്കും. അല്ലാഹു അങ്ങന്റെ അവസ്ഥയ്ക്ക് തൊട്ട് കാക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം ഇങ്ങോട്ട് നോക്ക്. ഒന്നാമത്തെ കാര്യം ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? കേട്ടിട്ട് തീരുമാനിക്കും. ഞാൻ ഇനി വലിയ കാര്യം വല്ലതും പറഞ്ഞാൽ ചെയ്യണമല്ലോ. തീരുമാനിക്കും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ വീടിന്റെ കവാടത്തിൽ ആദ്യം കാണുന്ന മനുഷ്യനോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് നീ സലാം പറഞ്ഞ നിന്റെ കടം മാറുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. കടം മാറാനുള്ള വഴി എന്താ? കടം മാറാനുള്ള വഴി എന്താ? പറ മനുഷ്യന്മാരെന്താ വഴി? സലാം പറയണം. വീട്ടിലേക്ക് മടങ്ങി ചെല്ലുന്ന സമയം വീടിന്റെ കവാടത്തിൽ കാണുന്ന മനുഷ്യനോട് സലാം പറയണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? വേണമെങ്കിൽ ചെയ്താൽ മതി. നിങ്ങളുടെ കടം മാറിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. നിങ്ങളുടെ കടം മാറിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. വേണമെങ്കിൽ ചെയ്യുക. രണ്ട്, വീടിനകത്ത് കയറി ഇട്ടിരിക്കുന്ന വസ്ത്രം ആ വസ്ത്രം ഊരിയിട്ട് കയ്യിൽ ഇങ്ങനെ പിടിക്കണം.
ഇട്ടിരിക്കുന്ന വസ്ത്രം ഒരു കയ്യിൽ ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയ ഈ കടക്കാരനായി മരിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ മതി. അള്ളാഹു അങ്ങനെ ഒരു മരണത്തെ തൊട്ട് നമ്മളെ കാക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ചെയ്തൂടെ ഉറക്ക അല്ലാഹുവേ കടക്കാരനായി മരിക്കാതിരിക്കണമെന്ന മോഹത്തോടെ ആരെല്ലാം ഇൻഷാ അല്ലാഹ് ഉറക്കെ പറയണം. ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കാൻ കിടക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ഭാഗ്യം കൊടുക്കണം പടച്ചവനെ. ഇൻഷാ അല്ലാഹ് പറ മനുഷ്യന്മാരെ, പോരാ ഉറക്കെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഒന്നാമതായിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒന്നാമത്തെ വിഭാഗം അള്ളാഹു ഒരു പരീക്ഷണം കൊടുക്കുന്ന സമയത്ത് ക്ഷമിക്കണം. അള്ളാഹു പരീക്ഷണം നൽകുന്ന സമയത്ത് ക്ഷമിക്കണം. എല്ലാവർക്കും പരാതിയുണ്ട്, ഉസ്താദേ ദുആ ചെയ്യ്, ഓരോ പ്രയാസങ്ങൾ എന്നോട് വന്നിട്ട് പറയാ. ഉസ്താദന്മാരെ കാണുമ്പോ പറയും ജീവിതത്തിലെ പ്രയാസങ്ങൾ ഇങ്ങനെ പറയും. നിങ്ങൾക്ക് 3 എണ്ണം ഇങ്ങോട്ട് പറയും, ഈ ഉസ്താദ് ആരോടാ പറയേണ്ടതെന്ന് പറഞ്ഞ് നടക്കാം. നിങ്ങളിപ്പോ എന്റെ അടുക്കൽ വന്നിട്ട് രോഗമാണ്, കടമാണ്, പ്രയാസമാണ്, ദുആ ചെയ്യുന്ന പറയും. ഞാനിപ്പോ പടച്ചവനെ നിങ്ങളെക്കാളും കാര്യങ്ങളും കൊണ്ട് നടക്കാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എത്ര വലിയ പരീക്ഷണം ഉണ്ടായാലും ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരേ ഒരു ഹദീസ് ഓർത്താ മതി. എത്ര വലിയ ക്യാൻസർ രോഗം വന്നാലും നീ അല്ലാഹനെ കുറ്റപ്പെടുത്തൂല. എത്ര വലിയ ദുഃഖമുണ്ടായാലും നീ ആരോടും പറയില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇല്ലാ യലമൽ ജസാ മഅയലമൽ ഫലാ. ഈ ഒരേ ഒരു ഹദീസ് നിന്റെ മനസ്സിന്റെ ഉള്ളിൽ എഴുതി വെച്ചോ. എത്ര വലിയ ദുഃഖമുണ്ടായാലും നീ ഒരാളോട് കരഞ്ഞു വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കില്ല. ഒരിക്കലും അല്ലാഹനെ കുറ്റപ്പെടുത്തൂല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഇല്ലാ യലമൽ ജസാ മഅയലമൽ ഫലാ. ഖാല നബിയുനാ റസൂലുള്ളാഹി. ഈ ഒരൊറ്റ ഹദീസിന്റെ അർത്ഥം പഠിച്ചാൽ മതി. പിന്നെ ജീവിതത്തിലെ എത്ര വലിയ പ്രയാസം ഉണ്ടായാലും ഒരാളോടും പറയില്ല. നീ ഒരിക്കലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് നടക്കൂല. അള്ളാഹുവിനെ കുറ്റപ്പെടുത്തൂല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ ഈ ഹദീസിന്റെ അർത്ഥം? എല്ലാവരും നേരെ ഇരിക്കും. എന്നിട്ട് ആദ്യം ഈ ഹദീസ് നെഞ്ചത്ത് അങ്ങോട്ട് എഴുതി ചേർക്ക്. കരിമ്പാറയിൽ കുത്തിവെച്ചതുപോലെ നിന്റെ ഹൃദയത്തിൽ എഴുത്, അള്ളാഹു നിനക്ക് ക്യാൻസർ രോഗം തന്നാൽ നീ പറയും അൽഹംദുലില്ലാഹ് എന്ന്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്, ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കം ഉണ്ടോ മനുഷ്യന്മാരെ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയില്ലെങ്കിൽ വേങ്ങരയിൽ മൊത്തം കയറ്റ ഉസ്താദ് ഇറക്കില്ലേ? ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കം ഉണ്ടോ? ഉറക്കപ്പറ. ഉണ്ട്. ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടോ? ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടോ? അപ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, ഇപ്പം നിനക്ക് അള്ളാഹു ദുഃഖം തരുന്നത് ഒരു സന്തോഷം തരാൻ പോകുന്നതിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു, അതിന്റെ അടയാളം എന്താ? അള്ളാഹു നിനക്ക് എന്തോ നല്ലത് തരാൻ പോകുന്നു, അതിന്റെ അടയാളമാണ് ഈ ദുഃഖമെന്ന് നീ കരുതണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ആരോടാ ഈ ഹദീസ് ആരോടാ പറഞ്ഞതെന്നറിയുമോ? ആരോടാ ഈ ഹദീസ് പറഞ്ഞതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബി മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഹദീസാ. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്, ഒരു കണ്ണീരിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്, ഒരിളക്കം കഴിഞ്ഞാൽ ഒരു കയറ്റമുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഇന്ന മഅൽ ഉസ്രി യുസ്റ എന്ന് ഖുർആൻ പറഞ്ഞത് എന്തിനു വേണ്ടിയാ? എന്റെ പ്രിയമുള്ളവരെ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു പൊന്നുമോനുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ. പക്ഷേ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് മകനോട് വല്ലാത്ത സ്നേഹമോ. എവിടെ പോയാലും തന്റെ പൊന്നുമകന്റെ കയ്യിൽ പിടിച്ച് നടക്കുകയാണ്. വാപ്പയും മകനും വല്ലാത്ത സ്നേഹം. നാട്ടുകാര് പറയും ഇത് വല്ലാത്ത സ്നേഹമാണെന്ന്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു
യാത്രയ്ക്ക് വേണ്ടി വീട് വിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കെട്ടിപ്പിടിച്ച ചുംബനം കൊടുത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ചു കൊടുത്തിട്ട് പറഞ്ഞ പെണ്ണെ എന്റെ പൊന്നുമോനെ നല്ലതുപോലെ നോക്കണു, എന്റെ പൊന്നുമോനെ നീ നല്ലതുപോലെ നോക്കണു. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് തന്റെ ഭാര്യയുടെ കയ്യിലേക്ക് മകനെ പിടിച്ചു കൊടുക്കുകയോ. എന്നിട്ട് മനസ്സോട് അബൂ തൽഹ റളിയല്ലാഹു തആല ഇറങ്ങി നടക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മു സുലൈം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഭർത്താവ് കണ്ണു മറയുന്നത് വരെ നോക്കി നിന്നു. പടച്ചവനെ, ദിവസങ്ങൾ കഴിഞ്ഞു. തന്റെ പൊന്നുമോനൊരു പനി പിടിക്കുകയാണ്. പടച്ചവനെ, എന്ത് മരുന്ന് കടിച്ചിട്ടും പനി മാറുന്നില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും പനി കൂടുകയോ. എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു പെണ്ണ് തന്റെ ചോരക്കുഞ്ഞിനെയും പിടിച്ചുകൊണ്ടിരുന്ന് കരയുകയാണ്. അവസാനം തന്റെ പൊന്നുമോന് രോഗം കൂടിയിട്ടെങ്ങ് മരണപ്പെടുകയോ. ിന്റെ പൊന്നുമോനങ്ങ് മരണപ്പെടുകയാണ്. തന്റെ പൊന്നുമോന്റെ മയ്യത്തെടുത്ത് മടിയിൽ വെച്ചിട്ടിരുന്ന് കരയുകയാ. അവസാനം സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഉമ്മു സുലൈം റളിയല്ലാഹു തആല കടന്നു ചെന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, പോയി നബിയേ, എന്റെ പൊന്നുമോ പോയി നബിയേ. എന്ത് ചെയ്യണമെന്നറിയാതെ കരയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമ്മു സുലൈം, ഇത് പടച്ച റബ്ബിന്റെ പരീക്ഷണമാ, ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാ. ക്ഷമിക്കും സുലൈം, അല്ലാഹുവിന് ശുക്ർ ചെയ്യും സുലൈം. എന്റെ പ്രിയപ്പെട്ട പൊന്നുപോലെ മരിച്ചെന്ന വാർത്ത റസൂലുള്ളാഹിയോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ക്ഷമിക്ക്, ഇത് പടച്ച റബ്ബിന്റെ തീരുമാനമാ, അൽഹംദുലില്ലാഹ് എന്ന് പറയും സുലൈം. എന്റെ പൊന്നാര മകൻ മരിച്ചുപോയി. അവസാനം ഉമ്മു സുലൈം റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ സമാധാനിപ്പിച്ചു. അവിടുന്ന് ചോദിച്ചു, നബിയേ, ഭർത്താവ് നാട്ടിലില്ല, എന്റെ ഭർത്താവ് വരുന്നത് വരെ എന്റെ മകന്റെ മയ്യത്ത് ഞാൻ കാത്തുവെക്കടൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട, കബറടക്ക. എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ പൊന്നാര മകന്റെ മയ്യത്ത് കുളിപ്പിക്കുകയാ. ഉമ്മ തന്നെയാണ് പൊന്നാര മകനെ കുളിപ്പിച്ചത്. അവസാനം എന്റെ പ്രിയമുള്ളവരെ കഫൻ പൊതിഞ്ഞു കൊണ്ടുപോയി കബറടക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. ഭാര്യ മാത്രമാണ് വീട്ടിലുള്ളത്. അടച്ചവരെ, ഒരു പാതിരാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഉമ്മു സുലൈം റളിയല്ലാഹു തആല പാതിരാത്രി എഴുന്നേറ്റിരുന്ന് കരയുകയാണ്. കാരണം എന്തെന്നറിയുമോ? നാളെ പ്രിയപ്പെട്ട ഭർത്താവ് യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരികയാ. തന്റെ മകനെ വല്ലാതെ ജീവനതുല്യം സ്നേഹിക്കുന്ന വാപ്പയാ. മകൻ മരിച്ചതറിഞ്ഞിട്ടില്ല. തന്റെ പൊന്നുമോന് മരിച്ച വാർത്ത അറിഞ്ഞിട്ടില്ല. പടച്ചവനെ, എന്തേ ചെയ്യേണ്ടത്? തന്റെ ഭർത്താവിനോടെന്ത് മറുപടിയാണ് പറയേണ്ടത്? ഉമ്മു സുലൈം ഇരുന്ന് കരയുകയാണ്. അവസാനം പിറ്റേ ദിവസം കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രം ധരിച്ചു വീടിന്റെ കവാടത്തിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാത്തു നിൽക്കുകയോ. വീട്ടിലേക്ക് കടന്നു വരികയാണ്. ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു. മകൻ മരിച്ച വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ടു. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിക്കുകയോ. ഇതൊരു നല്ല ഭാര്യയുടെ അടയാളമാ, ഇതൊരു നല്ല ഭാര്യയുടെ അടയാളമാ. പടച്ചവനെ, ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിച്ചില്ല. യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിനോട് നമ്മുടെ പൊന്നുമോന് മരിച്ചെന്ന് പറഞ്ഞിട്ടാ മനസ്സ് വേദനിപ്പിച്ചില്ല. സലാം അടക്കി ചിരിക്കുന്ന മുഖത്തോടെ വീടിനകത്ത് കയറ്റി. അബൂ തൽഹ റളിയല്ലാഹു തആല അവിടുന്ന് ചോദിച്ചെന്റെ പൊന്നുമോനെവിടെ? അവിടുന്ന് ഒരു കള്ളം പറയുകയാ. നമ്മുടെ പൊന്നുമോനൊരു സ്ഥലം വരെ പോയി, നമ്മുടെ പൊന്നുമോനൊരു സ്ഥലം വരെ പോയിരിക്കുകയാ. ഭർത്താവ് വീടിനകത്തേക്ക് കടന്നു വന്നു. കഴിക്കാൻ ഭക്ഷണം കൊടുത്തു, കുളിക്കാൻ വെള്ളം കൊടുത്തു, ധരിക്കാൻ വസ്ത്രം കൊടുത്തു. ആകെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ഉമ്മു സുലൈം ചിന്തിച്ചു, ഭർത്താവ് പോയിട്ട് നാളുകളായല്ലോ, എന്റെ ഭർത്താവിന് വികാരമുണ്ടാകുമല്ലോ.
എന്റെ ഭർത്താവിന് ആഗ്രഹമുണ്ടാകുമല്ലോ, സാധിച്ചു കൊടുക്കൽ എന്റെ കടമയാണല്ലോ പടച്ചവരെ. എന്നിട്ട് എന്റെ പൊന്നാര മകൻ മരിച്ച വേദന മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ടു എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മണിയറക്കകത്തേക്ക് വിളിച്ചു കയറ്റുകയാ. ഭർത്താവിന്റെ ആഗ്രഹം മുഴുവനും സാധിച്ചു കൊടുക്കുകയാണ്. എല്ലാം കഴിഞ്ഞു. ഭർത്താവിന്റെ നെഞ്ചത്തിങ്ങനെ ഉമ്മു സുലൈം കിടക്കുകയാ. ആ സമയത്താ ബുദ്ധിയുള്ള പെണ്ണ് ചോദിച്ചു, തൽഹാ, ഒരു മനുഷ്യൻ അമാനത്തായി ഒരു വസ്തു നൽകി, ഒരാൾ അമാനത്തായിട്ടൊരു വസ്തു നൽകി, അത് തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹാ? അബൂ തൽഹ പറഞ്ഞു, പെണ്ണ്, അത് കൊടുക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണല്ലോ, അമാനത്തായി തന്നതാണല്ലോ. താമസം ഉമ്മു സുലൈം അങ്ങ് കരയാൻ തുടങ്ങി. അതുവരെ കടിച്ചമർത്തിയ വേദനകൾ മുഴുവനും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ നെഞ്ചത്ത് കിടന്നിട്ട് പൊട്ടിക്കരയുകയാ. ആ ഭാര്യയുടെ കണ്ണ് നിറയുന്നത് കണ്ടപ്പോ ഉമ്മു സുലൈമിനോട് ചോദിക്കുന്നു, പെണ്ണ്, നീ എന്തിനാ കരയുന്നത്? എന്തിനാ പെണ്ണ് കരയുന്നത്? അവിടെന്ന് പറഞ്ഞു, തൽഹാ, നമ്മുടെ പൊന്നുമോനങ്ങ് പോയി തൽഹാ. അമാനത്തായി തന്ന നമ്മുടെ പൊന്നുമോന് അല്ലാഹു വന്ന് തിരിച്ചു വിളിച്ചു തൽഹാ. റളിയല്ലാഹു തആല തളർന്നു പോവുകയാ. ഇടിച്ചു വീഴുന്നത് പോലെയാണ് ആ വാർത്ത കേട്ടത്. കാരണം തന്റെ പൊന്നുമോന് മരിച്ചുപോയെന്ന് കേൾക്കുമ്പോ ഏത് വാപ്പയ്ക്കാ താങ്ങാൻ കഴിയാ. അവസാനം അവിടെ കിടന്ന് പൊട്ടിക്കരയുകയാ. ഏറ്റവും വലിയ വേദന എന്തെന്നറിയുമോ? അല്ലാഹുവേ, യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞില്ലല്ലോ. അവസാനം സഹിക്കാൻ കഴിയാതെ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ചെന്നിട്ട്, യാ റസൂലല്ലാഹ്, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയോ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയോ, അവളെന്നെ ചതിച്ചു നബിയോ, അവളെന്നെ വഞ്ചിച്ചു നബിയോ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ തൽഹാ? അവിടെന്ന് പറഞ്ഞു, നബിയേ, ഞാൻ എന്റെ മകൻ മരിച്ച വാർത്ത ഇവളെന്നോട് മറച്ചു വെച്ചു നബിയേ. എനിക്കിവിടെ ഭക്ഷണം തന്നു നബിയോ, ഇവളെന്റെ കൂടെ കിടപ്പറ പങ്കിട്ടു നബിയോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തൽഹാ, ഇതുപോലെ ഒരു ഭാര്യ അല്ലാഹു നിനക്ക് നൽകിയല്ലോ, ഇതുപോലെ ഒരു പെണ്ണിനെ തന്നില്ലോ. ശുക്ർ ചെയ്യ അബൂ തൽഹാ. ഏത് ഉമ്മയ്ക്കാ തന്റെ പൊന്നാര മക്കള് മരിച്ചാ താങ്ങാൻ കഴിയോ? അവളെല്ലാം ഒറ്റയ്ക്ക് മറച്ചു വെച്ചല്ലോ. നീ എന്ന് പോയി അവൾ ഒറ്റയ്ക്കായിരുന്നല്ലോ, സമാധാനിപ്പിക്കാൻ പോലും ആരുമില്ലായിരുന്നല്ലോ. എല്ലാം അവള് കടിച്ചമർത്തിയില്ലോ. എന്നിട്ട് യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് നിന്നോട് പറഞ്ഞിട്ട് അവള് നിന്റെ മനസ്സ് വേദനിപ്പിച്ചില്ലല്ലോ. നിനക്ക് അവള് ഭക്ഷണം തന്നില്ലോ, നിന്റെ ആഗ്രഹം സാധിച്ചു തന്നില്ലോ. എന്നിട്ട് അവള് സമാധാനത്തോടുകൂടെയല്ലേ എല്ലാം പറഞ്ഞു തന്നത്. നിനക്കിതുപോലെ ഒരു നല്ല പെണ്ണിനെ കിട്ടിയില്ലോ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂ തൽഹാ, ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ അല്ലാഹു നിനക്കൊരു പൊന്നുമോനെ നൽകും. അബൂ തൽഹാ, ഇല്ലാ യളമൽ ജസാ മാ യളമൽ ഫലാ. ഒരു ദുഃഖത്തിന്റെ പിറകിലൊരു സന്തോഷമുള്ള അവിടുന്ന് തിരിച്ച് തന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാ. എന്റെ പ്രിയമുള്ളവരെ, മാസങ്ങൾ കഴിഞ്ഞു. ഉമ്മു സുലൈം ഗർഭിണിയാവുകയാണ്. പടച്ചവനെ, 9.5 മാസം കഴിഞ്ഞു. ഒരു പൊന്നുമോനെ പ്രസവിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു മകനെ കിട്ടുമെന്ന്. ഉമ്മു സുലൈം ഒരു പൊന്നുമോനെ പ്രസവിച്ചു. കുഞ്ഞിന്റെ ശബ്ദം കേട്ടപ്പോ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, പെണ്ണ്, എന്റെ കുഞ്ഞിന് പാല് കൊടുക്കല്ലേ, എന്റെ മോന് പാല് കൊടുക്കല്ലേ. ഓടിച്ചപ്പോൾ തന്റെ ചോരക്കുഞ്ഞിനെ പാല് കിടത്തിയില്ല. ഹദ്റത്ത് റസൂലിന്റെ മുന്നിലേക്ക് ഓടുകയാണ്. ചോരക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് പ്രവാചകന്റെ മുന്നിലേക്ക് ചെന്നിട്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹു എനിക്ക് സന്തോഷം തന്ന നബിയേ, എനിക്ക് സമ്മാനം തന്ന നബിയേ. പ്രവാചകന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ തന്നെ ബാങ്ക് കൊടുത്തു, കൊടുത്തു, അതിനും കൊടുത്തു.
എന്ന് പേരിട്ടു. എത്ര വലിയ ഭാഗ്യമാണ്, എത്ര വലിയ ഭാഗ്യമാ. അല്ലാഹുവിന്റെ റസൂൽ അബ്ദുള്ള എന്ന പേരിടുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഈ പൊന്നുമകൻ ആരായെന്നറിയുമോ? അവിടുന്ന് വളരുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിക്കുകയാണ്. ഈ അബ്ദുള്ള എന്ന് പറയുന്ന പൊന്നുമോർ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. എന്റെ പ്രിയമുള്ളവരെ, പ്രായപൂർത്തിയായി, വിവാഹം കഴിച്ചു, 11 മക്കൾ ജനിച്ചു. 11 മക്കൾ ജനിച്ചു. ആ 11 മക്കളും ഹാഫിളീങ്ങളായെന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഒരു ദുഃഖത്തിന്റെ പുറകിൽ അല്ലാഹു ഒരു സന്തോഷം തരും. ഒരു ദുഃഖത്തിന്റെ പുറകിൽ അല്ലാഹു ഒരു സന്തോഷം തരും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു നിനക്ക് ദുഃഖം തന്നിരിക്കുന്നതിന്റെ കാരണം നിനക്കൊരു നല്ലത് വരാ പോകുന്നതിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ പരലോകത്തിൽ നിന്ന് അല്ലാഹുവേ വിചാരണയില്ലാതെ പടച്ചറപ്പിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? അല്ലാഹുവിന് പരീക്ഷണം കൊടുക്കുന്ന സമയം ക്ഷമിക്കുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം 11 മണിയായില്ലേ? 11:10 5 എത്ര മണിക്കാണ് നിർത്താന്ന് പറഞ്ഞത്? എപ്പോഴാണ് നിർത്താന്ന് പറഞ്ഞത്? 10 മണി ആയതേ ഉള്ളില്ലേ? എപ്പോഴാ 10:30 നിർത്താന്ന് പറഞ്ഞില്ലേ? 25 മിനിറ്റും കൂടെ ഉണ്ട്. ഒരു ബക്കറ്റ് പിരിവും നടത്തി ഒരു ദുആയും ചെയ്താൽ അതങ്ങ് തീരും. എന്ത് വേണപ്പാ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് കേൾക്കാൻ താല്പര്യമില്ലാത്തവരെ പോലെ ഇരിക്കുന്നു. മടുത്ത നിർത്തി ദുആ ചെയ്യാം. നിങ്ങൾ പറയും നിർത്തിയിട്ട് ദുആ ചെയ്യാം. നിങ്ങളുടെ ചോയ്സാ. എനിക്ക് 11:30 വരെ സമയമുണ്ട്. നിങ്ങളുടെ ആയുഷ് എന്താ വേണം? നിർത്തണ ദുആ ചെയ്യണം. ഇല്ല, ഒരെണ്ണം കൂടെ പറഞ്ഞ ഒരു അരമണിക്കൂറും കൂടി ഇരിക്കാമെങ്കിൽ ഞാൻ ഒരെണ്ണം കൂടെ പറയാം. ഇരുന്നൂടെ? കേൾക്കണം എന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈ പൊക്കിക്കേ. ഈ മൈക്ക് സെറ്റുകാരന്റെ പൈസ കൊടുക്കണം കേട്ടാ. നമ്മളെല്ലാരും കൂടെ ഓനെ ഒന്ന് സന്തോഷത്തോടെ വിട്ടേക്കണം കേട്ടാ. ഇരുന്ന് ചിരിക്കണ ചങ്ങാതി കൊള്ളത് ഞാൻ നിങ്ങളോട് ചോദിക്കും. ഈ മക്കള് കൊടുക്കണ്ട, നിങ്ങൾ കൊടുക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവെക്കിക്കേ. അഞ്ചമാ ബാധവ, നിനക്ക് ബർക്കത്ത് എന്താന്ന് അറിയത്തില്ല, അതാ കൈവെക്കാത്ത. പൊക്കിക്ക മനുഷ്യക്ക് ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവർ കൈവെക്ക്. പൊക്കിയല്ല, നല്ലപോലെ പൊക്ക. എന്തിനാ മടക്കണേ? സുബഹി കഴിഞ്ഞ് ഉറങ്ങല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും ഒന്ന് പൊക്ക്, മൊത്തം താത്ത. സുബഹി കഴിഞ്ഞ് ഉറങ്ങരുത്. ഉറങ്ങിയ ജീവിതം ഉറങ്ങിപ്പോകും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല രസമാ സുബഹിക്ക് ശേഷം ഉറങ്ങാൻ. നല്ല രസമാണ് സുബഹിക്ക് ശേഷം ഉറങ്ങാൻ. ഇശ്റാഖ് വരെ ഉറങ്ങരുത്. ഉറങ്ങിയ നിന്റെ ജീവിതം ഉറങ്ങിപ്പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഭാര്യയെടുത്ത് പ്രത്യേകം പറയണം, സുബഹിക്ക് ശേഷം ഉറങ്ങരുതെന്ന്. ഉറങ്ങിപ്പോയാൽ പിന്നെ പോയി. ഉറങ്ങിപ്പോയ ജീവിതം വല്ലാത്ത പ്രയാസത്തിലാ. അല്ലാഹു നമുക്ക് എല്ലാവിധ ഖൈറും ബർക്കത്തും ഐശ്വര്യവും അല്ലാഹു ചൊരിയുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ബക്കറ്റ് എടുത്ത് ഇനി വന്ന് അനിയനും കയറി ഇവിടെ ഇരുന്ന് ചങ്ങാതിക്ക് ഇരിക്കണവരെ കണ്ടിട്ട് സങ്കടം. ഇതും കൊണ്ട് അങ്ങോട്ട് പോകുമ്പോ ഇഴങ്ങി ഓടാൻ ആൾക്കാർ കാത്തിരിക്കാം. ബക്കറ്റും കൊണ്ട് പോകുമ്പോ എഴുന്നേറ്റ് പോകാനൊരു വിഭാഗമുണ്ട്. അവരവിടെ ഇരിക്കട്ടെ അനിയ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബക്കറ്റുമായിട്ട് വരുമ്പോ എല്ലാരും ഒരു നല്ല സദഖ ഇട്ടേക്കണം കേട്ടാ. നാളെ വാഴ കേൾക്കാനില്ല. നാളെ വാഴ കേൾക്കാൻ ഇല്ല. എവിടെ പോവാ? പള്ളിക്കുഴിയിൽ ഒരു കബർ വെട്ടാൻ സമയമായി. അള്ളാഹു നല്ല യാത്ര നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നല്ലൊരു യാത്ര നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കൂലേ? മരിക്കുന്ന ഉറപ്പുള്ളൊരു കൈബുക്ക്. പിന്നെ എന്താ നന്നാകാത്തെ? എല്ലാവർക്കും അറിയാം ഒരു ദിവസം മരിക്കുന്നു. പിന്നെന്താ നന്നാകാത്തെ? ഞാൻ ഇപ്പോഴെങ്ങും മരിക്കൂല്ലോ ഉസ്താദ്. അതാ വിഷയം. എല്ലാവർക്കും അറിയാം ഒരു ദിവസം മരിക്കുമെന്ന്. പക്ഷേ പിന്നെ നന്നാകാത്തത് ഇനിയും കുറച്ചു കാലം കൂടെ ജീവിക്കുമെന്നുള്ള ഒരു ധാരണ. ആരാ പറഞ്ഞ ഒരു കാലം ജീവിക്കുമെന്ന്? നാളെ നേരം വെളുപ്പിക്കുന്ന ഉറപ്പുണ്ടോ?
നാളെ നേരം വെളുപ്പിക്കൂല എന്ന് എല്ലാവർക്കും അറിയാം. എന്നായാലും മനസ്സിന്റെ കോണിൽ എവിടെയോ ഒരു പ്രതീക്ഷ, വയസ്സൊന്നും ആയില്ലല്ലോ, രോഗമൊന്നും ആയില്ലല്ലോ, എപ്പോഴെങ്കിലും പോകില്ല എന്ന്. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താത്തത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണത്തിന് വല്ല അടയാളമുണ്ടോ? മരണത്തിന് വല്ല അടയാളമുണ്ടോ? എന്ത് മനുഷ്യന്മാരെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണേ? ഞാൻ ചോദ്യം ചോദിക്കണം, ഉണ്ടോ ഇല്ലേ? മരണത്തിന് വല്ല അടയാളമുണ്ടോ? ഉണ്ട്, ഉണ്ട്. ഒരു മനുഷ്യന്റെ മരണം അടുത്തോ എന്നറിയാൻ 3 വഴികളുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എത്ര അടയാളുണ്ട്? ഒരു മനുഷ്യന്റെ മരണം അടുത്തോ എന്നറിയാൻ 3 വഴിയുണ്ട്. പറഞ്ഞുതരട്ടെ, കേൾക്കണം. അത്ര കീമുള്ളൊരു കൈവക്ക്. മരണത്തിന്റെ അടയാളം പൊക്കിയേ പറ്റൂ. പൊക്കിയില്ലെങ്കിൽ നിങ്ങൾ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും വരേണ്ട സമയത്ത് വരും. അപ്പൊ നിനക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞിട്ട് മലക്കുൽ മൗത്ത് തിരിച്ചൊന്നും പോകില്ല. ഒരൊറ്റ സെക്കൻഡ് ആ ചങ്ങാതിക്ക് തെറ്റൂല. ടൈമിംഗ് എന്ന് പറഞ്ഞ ടൈമിംഗാണ്. അങ്ങോട്ടുണ്ടാവൂല, ഇങ്ങോട്ടുണ്ടാവൂല, കൊണ്ടുപോയിരിക്കും. അള്ളാഹു നല്ല യാത്ര നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഒരു മനസമാധാനത്തിന് പറയണ 3 അടയാളം ഒന്ന് കേട്ടോ. 1, വയത് കഴിഞ്ഞിട്ട് നേരെ പോണം. വയത് കഴിഞ്ഞിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും പോകണം. ഖബർ കുഴിക്കാൻ സമയം അടുത്തോ എന്നറിയാനുള്ള 1ാമത്തെ വഴി യാക്കൂബ് നബിക്ക് അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്ത അടയാളം 3 അടയാളം. 1ാമത്തെ അടയാളം ബയാദു ശഅരിക ബഅദ സവാദി. പോയിട്ട് കണ്ണാടി നോക്കിക്കോ. തലയിലും താടിയിലും കറുത്ത രോമത്തിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു വെളുത്തത് കണ്ടാൽ ഖബർ വെട്ടാൻ സമയമായി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തേ 1ാമത്തെ അടയാളം? പോയിട്ട് നോക്ക്. ഇവിടെയോ ഈ മുടികൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെളുത്തതുണ്ടോ? ഉസ്താദിന് പിന്നെ വെളുത്തു. എല്ലാരും നോക്ക. മുടി നരയ്ക്കുക, വെളുക്കാനൊന്നുമില്ല, എല്ലാം വെളുത്തു. ചിലര് പിന്നെ ക്ലീൻ ഷേവിങ് ചെയ്തിട്ട് വലിയ മോഡലിൽ നടക്കാൻ, ചിലര് പിന്നെ പിഴുതും വെട്ടിയും മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് പാപ്പ പള്ളിക്കുഴിയിൽ ഖബർ വെട്ടാൻ സമയം. ഇനിയെങ്കിലും ഒന്ന് നന്നാകും. ഇനിയെങ്കിലും നീ ഒന്ന് ജീവിക്ക. ചതിയും വഞ്ചനയൊക്കെ മാറ്റിയിട്ട് പോകാൻ സമയമായി. എപ്പോഴാന്നറിയില്ല. അടയാളം വരെ വന്നില്ലേ? കണ്ടിട്ടും കൊണ്ടിട്ടും പഠിക്കാത്തവൻ പിന്നെ മുസ്ലിമാ. കണ്ടിട്ടും കൊണ്ടിട്ടും പഠിക്കാത്തവൻ. എന്റെ ഈ കള്ളത്തരങ്ങളും എല്ലാം നിർത്തിയിട്ടൊന്ന് നന്നാക്. ഖബർ വെട്ടാൻ സമയമായി. അത് 1ാമത്തെ അടയാളമാണ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ തന്നെ ഏകദേശം തീരുമാനമായി. ഇനിയിപ്പോ സമാധാനത്തിന് 2 കൂടെ പറയാം. ചിലപ്പം വിചാരിക്കുമൊന്നും ഇല്ലല്ലോ. നിത്യമായിട്ടുള്ള രോഗങ്ങൾ, പ്രഷർ ഉള്ളവരെന്ന് കൈവെക്കാൻ പറഞ്ഞ 3 കാണും. ഷുഗർ, കൊളസ്ട്രോൾ എല്ലാരും ഉണ്ടല്ലേ? അതൊക്കെ അടയാളമാണ്. 3ാമത്തെ അടയാളം പഴയതുപോലെ ഓടാനും ചാടാനൊന്നും വയ്യ. ജോയിന്റുകൾക്കൊക്കെ വല്ലാത്ത വേദന. കസേരയിൽ ഇരുന്നിട്ടാ നിസ്കാരം. പാപ്പച്ചി ഖബർ വെട്ടാൻ സമയമായി. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.